അങ്ങനെ പാകിസ്ഥാൻ വീണ്ടും നാണം കെട്ട് തോറ്റിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ ജയിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇന്ത്യ ബാറ്റിംഗിലും ബൗളിംഗിലും മികച്ചു നിന്നു. പാകിസ്ഥാൻ അടുപ്പിച്ച് രണ്ടാമത്തെ മാച്ചാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ തോൽക്കുന്നത്. അവരുടെ കാര്യം തീരുമാനമായിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഇന്ത്യ കളി ജയിച്ചപ്പോൾ പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 241 റൺസിൽ പാകിസ്ഥാൻ ഇന്ന് ഓൾ ഔട്ടായി. സെക്കൻഡ് ബാറ്റിംഗിൽ ഇന്ത്യ കളി ജയിച്ചു. ഇന്നത്തെ ഇന്ത്യയുടെ കളി കണ്ട് പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ടീം ഇന്ത്യ തന്നെയാണ് മികച്ചവർ. പാകിസ്ഥാൻ ടീമിന് ഇന്ത്യക്കെതിരെ ജയിക്കാൻ സാധിക്കില്ല. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ തന്നെയാണ് നമ്പർ 1. ഇതുപോലത്തെ മോശം കളി കാഴ്ചവെക്കാനാണെങ്കിൽ എന്തിനാണ് പാകിസ്ഥാൻ ടീം ചാമ്പ്യൻസ് ട്രോഫിക്ക് പോയത്? ഇന്ത്യൻ ടീമിന്റെ കളി പാകിസ്ഥാൻ കണ്ടുപഠിക്കട്ടെ. രോഹിത് ശർമ്മ, കോഹ്ലി ഇവരെല്ലാം തന്നെ മികച്ച രീതിയിലാണ് അവരുടെ ടീമിൽ കളിക്കുന്നത്. ഇന്ത്യയുടെ ബൗളിംഗ് രീതി നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ഇന്ത്യ ബൗൾ ചെയ്യുന്നത്. പാകിസ്ഥാൻ ടീം ഇപ്രാവശ്യം ചാമ്പ്യൻസ് ട്രോഫിയിൽ എവിടെയും എത്തില്ല. 2 കളി പാകിസ്ഥാൻ തോറ്റു. ഇത് നാണക്കേട് തന്നെയാണ്. ഇങ്ങനൊരു പാകിസ്ഥാൻ ടീം ഉണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല. ഈ ടീം ഞങ്ങൾക്ക് നാണക്കേടാണ്. കളി ജയിച്ച ഇന്ത്യൻ ടീമിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. പാകിസ്ഥാനെതിരെ ജയിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അങ്ങനെ മാച്ച് വരാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ചിന് വേണ്ടി ക്രിക്കറ്റ് ലോകം മൊത്തം ഉറ്റുനോക്കാറുണ്ട്. ഇന്ത്യയോട് എപ്പോൾ കളിച്ചാലും പാകിസ്ഥാൻ തോൽക്കാറുണ്ട്. ആ പതിവ് ഇപ്പോഴും തെറ്റിച്ചിട്ടില്ല. ഇന്നും പാകിസ്ഥാൻ തോറ്റിരിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ മുന്നോട്ട് കുതിച്ചിരിക്കുകയാണ്. അടുപ്പിച്ച് 2 കളി ജയിച്ചു. ഇനി ഇന്ത്യക്ക് പേടിക്കാനില്ല. ഇന്ത്യ അടുത്ത റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തവണ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി നേടണം. അതാണ് ഇപ്പോൾ ആരാധകർ കാത്തിരിക്കുന്നത്. പാകിസ്ഥാൻ ഇങ്ങനെ നാണം കെടുമെന്ന് ആരും കരുതിയില്ല. ഇന്ത്യയുടെ ബൗളിംഗിലൊന്ന് പിടിച്ചു നിൽക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. അതുപോലത്തെ ബൗളിംഗ് ആണ് ഇന്ത്യ ഇന്ന് പുറത്തെടുത്തത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.